ഇൻഡിഗോ നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് നമ്മുടെ സിവിൽ ഏവിയേഷൻ സെക്ടർ ഇത്രമാത്രം ഓപ്പൺ സ്കൈ പോളിസി എല്ലാം വന്ന ശേഷം നമുക്ക് ഇത്രമാത്രം ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഉണ്ട്. അതിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ നോക്കുവാണെങ്കിൽ 65% ഇൻഡിഗോയാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് പ്രോപ്പറായിട്ടുള്ള മൊണോപ്പൊളി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ചില റെഗുലേഷൻസ് വന്നു. അത് വന്നു കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് 560ഓളം ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്തത്. ഡൽഹിയിൽ ഇന്ന് രാത്രി മിഡ്നൈറ്റ്, അതിനുശേഷം മാത്രമേ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇൻഡിഗോ. നിങ്ങൾ കണ്ടു കാണും ഇന്ത്യയിലെ പല എയർപോർട്ടിൽ നടക്കുന്ന കാര്യം പൂർണ്ണമായിട്ട് താറുമാറായി. പെട്ടികൾ അവിടെ ഇവിടെ, കൊച്ചുകുട്ടികൾ കരയുന്നു. ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ മകള് പീരിയഡ്സായി പാഡില്ല. അപ്പം അതേപോലെ തന്നെ എയർപോർട്ടിനകത്ത് ചെക്ക് ഇൻ ചെയ്ത് കയറിയവർ, അതേപോലെ എയർപോർട്ടിൻ്റെ ലോഞ്ചിലുള്ളവരും അവിടെയുള്ള കടകളിൽ, അതായത് സാധനങ്ങൾ വിൽക്കുന്ന സാധനങ്ങളെല്ലാം ഇത്രയും ആഹാരം കൊടുക്കണ്ടായി. പൂർണ്ണമായിട്ടും ഈ മെസ്സപ്പിൻ്റെ പ്രധാന കാരണക്കാര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവസാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി തിരക്കിലാണ്, വ്ളാദിമിർ പുടിൻ്റെ വരവും വിസിറ്റും ടോക്സും നെഗോസിയേഷനും ഒരു ഭാഗത്ത്, അവസാനം സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഒരു പയ്യന്, അതായത് യോഗ്യതയില്ലാത്ത ഒരു മരം കുണ്ണാപ്പൻ പയ്യൻ, അവൻ ഇന്നലെ റിവ്യൂ മീറ്റിംഗ് നടത്തി. അവൻ അറിയത്തില്ലായിരുന്നു ഇന്ന് ഇതുണ്ടാകുമെന്ന്. അതായത് കംപ്ലീറ്റ് ഫെയിലിയറായി സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം എന്തുവാ? ഒരു ഗ്രോയിങ് എക്കോണമി. നമുക്ക് ഇത്രയും മാത്രം ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ റൂട്ടിൽ ഈ ഇൻഡിഗോ ഓടുന്നുണ്ട്. ഇതേപോലെ ഒരു റൂള്, അതായത് വീക്കിലി 48 മണിക്കൂർ ക്രൂവിനും പൈലറ്റിനും അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുമ്പോൾ, അതായത് സമയമെടുത്തു, പക്ഷെ അത് ഇംപ്ലിമെന്റ് ഇപ്പോൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ എയർലൈൻസിലുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതിനെപ്പറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ശരിക്കും ഇന്റലിജൻസ് സംവിധാനമുണ്ട്. ഏവിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കണം. ഇതെന്തുകൊണ്ടും ഇത് പ്രശ്നം ഉണ്ടാകുമോ ഇല്ല, അതൊന്നും നോക്കുന്നില്ല. അതാണ് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് ഇത്രമാത്രം പ്രശ്നമുണ്ടായ കഴിഞ്ഞ 2 ദിവസം. ഇനി അടുത്ത ദിവസം എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് ഗവൺമെന്റ് ആ കൊടുത്തിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്തു. ഫസ്റ്റ് ഏറ്റവും സംഭവം എന്ന് പറയുന്നത്, ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് സിവിൽ ഏവിയേഷൻ മന്ത്രിയും DGCA അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ. ആ മന്ത്രി അവിടുന്ന് സാക്ക് ചെയ്യണം. അമിത്ഷാ ഇടപെട്ടിട്ടാണ് ഈ സംഭവത്തിന്, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ലാസ്റ്റ് മൂവ്മെന്റ്. കാരണം ഒന്നാമത് പ്രോപ്പറായിട്ട് പ്രായം തികയാത്തൊരു പയ്യൻ, ചന്ദ്രബാബു നായിഡുവിൻ്റെ നോമിനിയായിട്ട് പഴയ ഏരൻ നായിഡു, ചന്ദ്രബാബു നായിഡു TDPയുടെ പാർട്ടിയുടെ ലീഡറിൻ്റെ മകനാണ്, മരിച്ചുപോയി. അവനെ പെട്ടെന്ന് മന്ത്രിയാക്കുന്നു. ക്യാബിനറ്റ് മന്ത്രി പോസ്റ്റ് കൊടുത്ത് ഇതേപോലെ ക്രൂഷ്യലായിട്ടുള്ള സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി കോളമായി കൈ തന്നു. നിങ്ങൾ നോക്കുക, അഹമ്മദാബാദ് ട്രാജഡി, ഡ്രീം ലൈൻ എയർ ഇന്ത്യയുടെ ക്രാഷ്, എത്ര പേര് മരിച്ചു. ഇന്നും അതിൻ്റെ എക്സാക്ട് റിപ്പോർട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? കാരണം അപ്പോഴത്തേക്ക് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പരിവാറുകാരൻ തുടങ്ങുക, ഒരു കുറ്റം എന്താണ് സംഭവിച്ചത്, അതിനൊരു റിപ്ലൈ ഇല്ല, അതിനൊരു മാർഗമില്ല. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഉണ്ടാക്കിയത് ഇന്ത്യയുടെയാണ് മുഴുവൻ. ഇതുകൊണ്ട് വേറെ രാജ്യത്തെ തെറി വിളിക്കാൻ പറ്റത്തില്ല. ആ ഒരു സെറ്റപ്പിലാക്കിയെടുത്തു ഇന്ത്യ. എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് ഇൻഡിഗോ ഇത്ര മെസ്സപ്പായത്? ശരിക്കുള്ള റീസൺ എന്താ? ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല, പഠിക്കുന്നില്ല. എന്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനൊരു നിയമം നടപ്പിലാക്കുമ്പോൾ ഈ പറയുന്ന സ്റ്റാഫിൻ്റെയും പൈലറ്റ്സിൻ്റെയും കോ പൈലറ്റിൻ്റെയും ഒക്കെ ഷോർട്ടേജ് ഉണ്ടാകും, ക്രൂവിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും.
ഇത്രമാത്രം ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യണം, അതേപോലെയുള്ള റോസ്റ്റർ സിസ്റ്റം അത് മുഴുവനും മാറ്റണം. ഇൻഡിഗോ ആണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തി. എന്തുകൊണ്ടാണ് നിർത്തിയത്? ഫർദർ അവർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പല ആൾക്കാരും ചോദിക്കാൻ തുടങ്ങി, ഇതിൻ്റെ ഇത്രയും സ്റ്റാഫിനെ എടുത്തിട്ട് നിങ്ങൾ എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അവർ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പണം വേണ്ടായോ? ഇത് ലാഭം, ഇത് കച്ചവടമല്ലേ ബേസിക്കലി. കാരണം അവർക്ക് മൊണോപ്പൊളിയാണ്, അവർ തീരുമാനിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോകത്തുള്ളൂ. ഇതാണ് പറയുന്നത് പല രാജ്യങ്ങളിൽ ഈ മൊണോപ്പൊളി എന്ന് പറയുന്ന പ്രശ്നമാണ്. അതാണ് ഇവിടെ ഇൻഡിഗോയുടെ പ്രശ്നത്തിലുണ്ടായി. സ്പൈസ് ജെറ്റ് അവിടെ പോയി നിന്നുപോയി. കോവിഡിന് ശേഷം നടന്നില്ല കാര്യങ്ങൾ, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഫ്ലൈ ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ പാക്കേജിൽ നിന്ന് സാറ്റിസ്ഫൈഡ് അല്ല, കാരണം റൺ ചെയ്യാൻ പറ്റത്തില്ല, നിന്നുപോയി. അതേപോലെ ഒരു ഗുജറാത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള അക്കാസ, അത് തുടങ്ങി ഒത്തിരി ഫ്ലൈറ്റ് വാങ്ങുമെന്ന് പറഞ്ഞു, അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. എയർ ഇന്ത്യ ആണെങ്കിൽ ഇതിനെ കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഫഷണലിസത്തിലോട്ട് അവർ വന്നിട്ടുമില്ല. കാരണം ടാറ്റ ടേക്ക് ഓവർ ചെയ്തിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. ഇതാണ് പറഞ്ഞ മൊണോപ്പൊളി എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. അതായത് എല്ലായിടത്തും പല സെക്ടറിലും ഇൻഡിഗോയാണ് മൊണോപ്പൊളി. ആ ഫ്ലൈറ്റ് നിന്ന് പോയി, അത് ക്യാൻസൽ ചെയ്തു, മറ്റൊരു ഫ്ലൈറ്റ് ഇല്ല. അതാരാ ഉണ്ടാക്കിയെടുത്ത്? ഗവൺമെൻറ് ഇത് മോണിറ്റർ ചെയ്യേണ്ടത്. ഗവൺമെൻറ് ഇത് കൃത്യമായിട്ട് മൊണോപ്പൊളി ഒരു കമ്പനിക്ക്, ഒരു എയർലൈൻസിന് ആർക്കും കൊടുക്കരുത്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അഡാനിക്ക് ഇന്ത്യയിലെ പോർട്ടുകൾ, എയർപോർട്ടുകളൊക്കെ ഒരു ഭാഗം മുഴുവൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ കമ്പനി എന്തെങ്കിലും രീതിയിൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവനും ഡീറെയിലായിപ്പോയി. ഇപ്പം ടെലികോമിൻ്റെ കാര്യം എടുക്കുക, ജിയോ ആണ് ഇപ്പം മൊണോപ്പൊളി. അവിടെ വോഡാഫോൺ നിങ്ങൾക്കറിയാം ഏതാണ്ട് ഏകദേശം നിൽക്കുന്ന രീതിയിലൊട്ടങ്ങ് പോയി. അപ്പുറത്ത് വരെ കോമ്പറ്റ് ചെയ്യാൻ ആരാളെ? എയർടെൽ. അതും ഇതും ഈ പറയുന്ന ജിയോമായിട്ട് ആ പ്രോപ്പറായിട്ട് മൊണോപ്പൊളി പോകുന്നില്ല. എന്തുവാണ് ജിയോ ചെയ്ത്? ആദ്യം എല്ലാം ഫ്രീ, അത് ഫ്രീ, ഇത് ഫ്രീ, അവസാനം എല്ലാത്തിനും ചാർജ് തിരിച്ചു കൊണ്ട്. കാരണം അവനെ കോമ്പറ്റ് ചെയ്യാൻ അപ്പുറത്തെ ആളില്ല. ഈ എയർടെലിൻ്റെ കവറേജ് ആണെങ്കിൽ ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ഉണ്ടായിട്ടുമില്ല. കാരണം ജിയോയുടെ ഇഷ്ടം പോലെ പണം ഉണ്ട്, അവർ പല രീതിയിൽ പണം പമ്പ് ചെയ്തു. ജിയോ ഫോറിൻ അമേരിക്കയിൽ നിന്ന് ഫണ്ട് എടുത്ത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ ടെക്നോളജി കൊണ്ടുവന്നു. BSNL ഏകദേശം ഓൾമോസ്റ്റ് ഇല്ലാതായി. ഇത് ഞാൻ പറയുന്നത് ഒരു സെക്ടറല്ല, ഏവിയേഷൻ്റെ കാര്യമല്ല, എല്ലാ സെക്ടറിലും ഇത് ബാധകം. അതാണ് ഒരിടത്തും ഈ മൊണോപ്പൊളി കൊടുക്കുക. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം, അമേരിക്കയിൽ സ്പിരിറ്റ് എയർലൈൻസ് ഉണ്ട്, അവർ വലിയ കഷ്ടത്തിലായി. അതും അമേരിക്കയിലെ മറ്റൊരു എയർലൈൻസ് ഡെൽറ്റയും കൂടെ മേർജ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴെന്ത് ചെയ്തു? അവിടുത്തെ അമേരിക്കൻ ഗവൺമെൻറ് കോൺഗ്രസിനകത്ത് വന്നു, ഇഷ്യൂ വന്നു. കോൺഗ്രസ് ഡിസ്കസ് ചെയ്തിട്ട് ഇത് തള്ളിക്കളഞ്ഞു ഈ പ്രപ്പോസൽ. എന്നിട്ട് സ്പിരിറ്റിൻ്റെ സാമ്പത്തിക പ്രശ്നം അവർക്ക് ഇത്ര ശതമാനം കുറച്ചിട്ട് ലോൺ ബാങ്കുകളിൽ നിന്ന് എടുപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഗവൺമെൻറ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പല രീതിയിലുള്ള ഗ്യാരണ്ടികൾ ഓഫർ ചെയ്തു. കാരണം ഇത് മൊണോപ്പൊളി വന്നു കഴിഞ്ഞാൽ അവരങ്ങ് കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്ത് കളയും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിട്ടൊന്ന് മാറി, പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ് വന്ന ശേഷം. ചില മുതലാളിമാർക്ക് എല്ലാം അങ്ങ് കൊടുക്കുവാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം മൈനിങ് ചിലർക്ക് കൊടുത്തു, അവർക്ക് തന്നെയാണ് മൈനിങ് അങ്ങ് പോകുന്നത്. ചില ആൾക്കാർക്ക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പവർ ജനറേഷൻ അത് കൊടുത്ത് ചില ആൾക്കാർ കൃത്യമായിട്ട് കിട്ടുന്നത് മറ്റുള്ള ആൾക്കാരില്ലാതായി. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. ഡൽഹി മുംബൈ ഹൈവേ, എക്സ്പ്രസ് ഹൈവേയുടെ പണിയുന്ന സമയത്ത് ചില കമ്പനികൾക്ക് മൊണോപ്പൊളിയായിട്ട് എൻ്റെ കൺസ്ട്രക്ഷൻ കൺസൾട്ടൻസി ചെയ്യാൻ കൊടുത്തു. അവരിടയ്ക്ക് വെച്ച് വർക്ക് നിർത്തി കഴിഞ്ഞ് ഈ വർക്ക് അങ്ങ് ഡീറെയിലായിപ്പോയി. ഇതാണ് പ്രശ്നം. അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു കമ്പനിയെ മാത്രമല്ല പല കമ്പനികൾ ഇന്ത്യയിലുണ്ടാകണം. അവർക്ക് ഗവൺമെൻറ് കാര്യമായ രീതിയിൽ അവരെ സഹായിക്കുകയും അവർക്ക് ഇടപെടുകയും ചെയ്യണം. അല്ലെങ്കിൽ ഒരു കമ്പനി നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനികൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതില്ലാതായിപ്പോയി. അത് സെയിം എയർലൈൻസിൽ വന്നു. ജെറ്റ് എയർവേസ് ഇല്ലാതായി, കിങ് ഫിഷർ ഇല്ലാതായി, എയർ ഡെക്കാൻ ഇല്ലാതായി, മറ്റുള്ള എയർലൈൻസ് ഇല്ലാതായി. പല സെക്ടറിലോട്ടും ഇൻഡിഗോ മാത്രമേ ഫ്ലൈ ചെയ്യുന്നുള്ളൂ. ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ ഗുവാഹട്ടിയിൽ നിന്ന് നോർത്ത് ഈസ്റ്റിൻ്റെ പല ഭാഗത്തും പോകാൻ വേണ്ടി ഇൻഡിഗോ മാത്രമേ ഉള്ളൂ, വേറൊരു എയർലൈൻസ് ഇല്ല. അപ്പോഴെന്തോ യാതൊരു കാരണവശാലും പിന്നെ പോക്ക് നടക്കത്തില്ല. കാരണം അവരിനി പൈസ തിരിച്ചു കൊടുത്താലായി, തിരിച്ചു കൊടുത്തില്ലെങ്കിലായി. ഇപ്പം ഈ രീതിയിലാണ് കാര്യം പോകുന്നത്. റെഗുലേറ്ററി എന്ന് പറയുന്നത് റെഗുലേറ്ററി ബോർഡുണ്ട്, ഇവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇത് നടക്കാൻ പാടില്ല.
പല സെക്ടറിലോട്ടും പല കമ്പനികളെ ഇട്ടുകൊടുക്കണം. ഹെൽത്തി കോമ്പറ്റീഷൻ വരണം. ഒരു കമ്പനി മാത്രവും ഈ പറയുന്ന ഒരു മേഖലയെ കൊണ്ടു നടക്കാൻ പാടില്ല. ഇതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതിനെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി പൊതുമേഖലാ കമ്പനികളും കൂടെ അവരെയും കൂടെ സ്ട്രെങ്തൻ ചെയ്യണം. പുതിയ കമ്പനികൾ വരട്ടെ. ചില കമ്പനികൾ ഗവൺമെന്റ് തന്നെ ഫണ്ട് ചെയ്ത് ഈ പറയുന്ന മൊണോപ്പൊളിയായിട്ട് സംഭവത്തെ മാറ്റിക്കൊടുക്കണം. ഇതൊക്കെയാണ് ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അവിടെ ഇന്റർവീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇൻഡിഗോ കാണിച്ച പോലെ മെസ്സപ്പായി പോവും. ഇത് ഇൻഡിഗോയ്ക്ക് ലാഭമില്ല, ലാഭമുണ്ട്, പക്ഷെ അവർ ലാഭം കുറയ്ക്കാൻ തയ്യാറല്ല. ഈ പറയുന്ന തൊഴിലാളികൾക്ക് ഇത്ര ശതമാനം അവർ ഈ പറയുന്ന റെസ്റ്റും ഗവൺമെന്റ് പറയുന്ന DGCയുടെ റെഗുലേഷൻ അനുസരിച്ച് പോകാൻ അവർ തയ്യാറല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ലാഭം കുറയും. തിരിച്ചപ്പുറത്തൊരു കമ്പനിയെ അവർ കോമ്പറ്റ് ചെയ്യാനുള്ള കമ്പനി ഇല്ലാതായിപ്പോയി. ഈ സ്ഥിതി ആരോ ഉണ്ടാക്കി കൊടുത്ത്. കാരണം പല കാര്യങ്ങളും മോദി ഗവൺമെന്റ് ഈ കാര്യത്തിലൊക്കെ പൂർണ്ണമായിട്ടും പരാജയമാണ്. എയർലൈൻസിന്റെ കാര്യത്തിൽ എയർപോർട്ടുകൾ ഉണ്ടാക്കി ഇഷ്ടം പോലെ ഇത് വരുന്നു അത് വരുന്നു, ജെറ്റ് വരുന്നു പറഞ്ഞ് അത് വന്നിട്ടില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഹെൽത്തി കോമ്പറ്റീഷൻ വേണം. ഇപ്പുറത്തൊരു കമ്പനി ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു കമ്പനി വേണം, അവരും ഓപ്പറേറ്റ് ചെയ്യണം. എയർ ഇന്ത്യക്ക് ആ ഒരു പ്രശ്നം കൊണ്ട് അത് മാറ്റിക്കൊടുക്കണം. അതേപോലെ കൊച്ചു പിള്ളേരെ ഒന്നും പോയി ഈ സിവിൽ ഏവിയേഷൻ്റെ മന്ത്രിമാരായി ഇരുത്തരുത്. ഇതൊക്കെ പറഞ്ഞ് ചന്ദ്രബാബു നായിഡുവിനോട് സീനിയറായിട്ടൊരാളെ തരാൻ പറയണം. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഈ പയ്യനെ പോലെ കാരണം ബോധം വേണ്ടായോ, നോക്കി മനസ്സിലാക്കണം ഇത് ഏവിയേഷനായിട്ട്. കാരണം എവിടെ പോയി അഹമ്മദാബാദിൻ്റെ റിപ്പോർട്ടില്ല. അങ്ങനെ ഒരു കൂട്ടം കക്ഷികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ദേശീയ കാര്യങ്ങൾ ഒന്നും മോശമാകരുത്. എന്തുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടായി അതിനെപ്പറ്റി പറയുന്നില്ല. എന്താണ് ഫെയിലിയർ പറയുന്നില്ല. എവിടെയൊക്കെ റിപ്പോർട്ട് വന്നു, അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് റിപ്പോർട്ട് പറയുന്നു. അതിനെ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു, ആകെ കുളമായി. സംഭവം റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. സത്യം പറഞ്ഞാൽ അത് മാറ്റിയിട്ട് അടുത്ത കാര്യത്തോട്ട് പോകാൻ സാധിക്കൂ? അതിന് ഉത്തരവില്ല. ഇതാണ് ബേസിക്കലി ഇൻഡിഗോ എയർലൈൻസിന് സംഭവിച്ചത്. കാരണം അവർ മൊണോപ്പൊളിയാണ്, അവരെ ചിന്തിക്കും, അവർ തീരുമാനിക്കും. ഇവിടെ സാധാരണക്കാരനൊരു യാത്രക്കാരൻ എന്നെയോ നിങ്ങളെപ്പോലെയുള്ളവർ എത്രയോ പരിപാടികളൊക്കെ ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കുന്ന ടിക്കറ്റ് ഈ സമയത്തിന് പോകാൻ പറ്റുന്നില്ല, 2 or 3 ക്യാൻസലായി പോകുന്നു. എല്ലാ പരിപാടികളും കുളമാകുന്നു. പല ആൾക്കാർക്ക് ഹോസ്പിറ്റലും പല മെഡിക്കൽ സംഭവം അല്ലെങ്കിൽ പലയിടത്തും മരണവാർത്തയും കല്യാണവും ഇതിനൊക്കെ പോകേണ്ടവരാണ്. ഇത് മുഴുവനും ഇല്ലാതാകും. 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എവിടെ? ഈ പണത്തിൻ്റെ എത്ര ശതമാനം തിരിച്ചു കിട്ടും? ഇതൊന്നും ചോദിക്കാൻ ആളില്ലാതായി. ഓരോ ടിക്കറ്റുകൾ എടുത്തു നോക്ക്. ഇപ്പം മേക്ക് മൈ ട്രിപ്പ് ഡൽഹി ടു കേരള എടുത്തു നോക്ക്, ഡൽഹി ടു മുംബൈ എടുത്തു നോക്ക്. 25,000, 30,000, 40,000, 4,000-3,000 രൂപയുടെ ടിക്കറ്റാണ്. ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റും ക്യാൻസലായി പോകുന്നു. ഒരു യാത്രക്കാരൻ ഇത്രമാത്രം ഹറാസ് ചെയ്യുന്നു. ഇതിനൊക്കെയാണ് ഗവൺമെൻറ് ഉത്തരം കൂടെ. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അജണ്ട എന്ന് പറയുന്നത്. അല്ലാതെ വികസിച്ചു എന്തു കോപ്പാ വികസിച്ചേ. അതായത് ഒരു കാര്യം കൂടെ പറഞ്ഞു തീർക്കുക. ലോകത്തിലെ ബെഞ്ച് മാർക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ട് ഇൻ്റർനാഷണലിയാണ്. ഞാനിത് കമ്പയർ ചെയ്യുന്നത് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനുമായിട്ടൊന്നുമല്ല. ഇന്ത്യയെ കമ്പയർ ചെയ്യുന്നത് യൂറോപ്പും മറ്റുള്ള വികസിത രാജ്യങ്ങളുമായിട്ടാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെഞ്ച് മാർക്ക് ഏറ്റവും മോശമായ എയർലൈൻ ഓപ്പറേഷൻ ഇന്ത്യയുടെയാണ്. അതിനെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരാനാണ് മോദി ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. അതിന് കോമ്പറ്റീഷൻ വേണം. ഒരു കമ്പനിയല്ല പല കമ്പനികൾക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലായിടത്തും സക്സസ് ആവൂ. അത് ടെലികോമിലും വേണം, പോർട്ടിലും വേണം, മറ്റുള്ള എല്ലാ സെക്ടറിലും വേണം. എന്നെങ്കിൽ മാത്രമേ സക്സസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യേണ്ടത്. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷയും ഇച്ഛാശക്തിയും. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഇഷ്യൂകൾ ഇനി ഫ്യൂച്ചറിൽ വരാതിരിക്കുകയുള്ളൂ.